യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഓരോ പ്രാവശ്യം TV പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുമ്പം ഇറ്റ് ഈസ് so good to feel I'm talking to my own family. പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പലരും തങ്കുറവരെ അന്ന് പറഞ്ഞ വാക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. യേശു പോസിറ്റീവ് തന്നെയാണ്. അത് എൻ്റെ വാക്കല്ല, ഇത് എൻ്റെ ഒരു വാക്ക് പോലും ഈ TV പ്രോഗ്രാമിലൊന്നുമില്ല. ഇത് മുഴുവൻ യേശു പറഞ്ഞ വാക്ക് എടുത്ത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. യേശു എന്ന് പറയുന്നത് പോലെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ എനിക്ക് തോന്നുന്നു തെറ്റായിരിക്കാം. വിശ്വാസമുള്ള, where he stood by not the natural ways. നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് നോട്ട് ബിക്കമിങ് റിലീജിയസ്. റിലിജ്യനും സ്പിരിച്വാലിറ്റിയും എൻ്റെ അഭിപ്രായത്തിൽ, വിച്ച് ഈസ് മൈ പേഴ്സണൽ കൺവിക്ഷൻ ദാറ്റ് we should be above religion and walk in the spiritual. അങ്ങനെ വരുമ്പം നമുക്കൊരു ഗുണം, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും, നമുക്ക് ആരോടും വെറുപ്പ് തോന്നത്തില്ല, എല്ലാവരെയും നമ്മൾ അനുഗ്രഹിക്കുന്നവരായിത്തീരും. യേശു ക്രിസ്തുവിൻ്റെ പോലും ജീവിതം നോക്കിയാൽ, യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പീരുകൾ ഇത് മുഴുവൻ വാസ് ടു ഗിവ് അസ് എ ഫുൾനെസ് ഓഫ് ലൈഫ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പം ജീവിതത്തെ മുഴുവനായി ആസ്വദിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ കണ്ടൻറ്റായിട്ട് ജീവിക്കാനുള്ള വഴികളായിരുന്നു തൻ്റെ വാക്കിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി പ്രാക്ടിക്കൽ. മാത്രമല്ല, മരണാന്തര ജീവിതത്തെക്കുറിച്ചും ഇത്രയും ക്ലിയറും ക്ലാരിറ്റിയോടെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, താൻ ഹി കെയിം ഫ്രം ഹെവൻ, സോ ഹി ക്യാൻ ടോക്ക് അബൌട്ട് ഹെവൻ, ആൻഡ് ഓൾസോ ഹി ഈസ് സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസസ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ ഉള്ളിൽ എപ്പോഴും മഹാസന്തോഷമായിരിക്കും. തൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടിയ ഒരു അനുഭവം, ജീവിതത്തിൽ ഒരു സ്വസ്ഥത കാണും. സ്വസ്ഥത എന്ന് പറയുമ്പോൾ അലാംഡ് ആകാത്ത, അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരും അയ്യോ എന്ന് പറയുന്ന ആ അനുഭവത്തിൽ നിന്നും മാറി. അതൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഓഫ് കോഴ്സ് കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ പോലും വ്യാകുലപ്പെട്ട സമയമുണ്ട്, വറീഡായ സമയമുണ്ട്. ഇറ്റ് ഈസ് നാച്ചുറൽ. എന്നാൽ യേശുവിൻ്റെ കൂടെ നടക്കും തോറും ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഐ ആം ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ. എൻ്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് പ്ലാനിലാണ് ഞാൻ നടക്കുന്നത്. എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ അത് നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. തിന്മയ്ക്ക് വേണ്ടി ആർക്കും ദൈവം തിന്മയാൽ, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. യേശു തന്നെ തൻ്റെ ശുശ്രൂഷ, താനായിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുന്ന സമയത്ത് താൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഒന്ന്, ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ അറിയാമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം നന്മ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഗോഡ് ഈസ് നോട്ട് ദി ഓഥർ ഓഫ് സിക്നെസ്. രോഗം തരുന്നതും മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്നതും ദൈവമല്ല. അപ്പോൾ തന്നെ
ചിലരിങ്ങനെ പറയും കർത്താവ് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് രോഗം. അതിന് അവരുദാഹരണം പറയുന്നത് സാധാരണ യേശു ക്രിസ്തു ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അന്ധനെ കണ്ടപ്പോൾ, ജന്മന അന്ധനായി ജനിച്ച ഒരുവനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇത് ഇവൻ്റെ പാപം നിമിത്തമാണോ നിൻ്റെ അപ്പൻ്റെ പാപം നിമിത്തമാണോ? ഇവൻ ചെയ്ത കുഴപ്പം കൊണ്ടാണോ ഇവൻ്റെ അപ്പൻ ചെയ്ത കുഴപ്പം കൊണ്ടാണോ ഇവൻ അന്ധനായി ജനിച്ചത്? യേശുവിൻ്റെ അപ്പോഴത്തെ മറുപടി വളരെ ക്ലിയർ ആയിരുന്നു. ഇത് ഇവൻ ചെയ്തത് കൊണ്ടുമല്ല, ഇത് അവൻ്റെ അപ്പൻ ചെയ്തത് കൊണ്ടുമല്ല. എന്നാൽ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് നൗ ഐ എം ഗോയിങ് ടു ഹീൽ ഹിം. ഇതിനെ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് പറയുമ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കും, ഈ രോഗം, അന്ധത, ഇതെല്ലാം ദൈവം തന്നത് ദൈവനാമം മഹത്വപ്പെടാനാണ്. സോ രോഗം എന്തിനാ? ദൈവത്തെ രോഗത്തിൻ്റെയും നമ്മുടെ മിസ്ഫോർച്യൂൺസിൻ്റെയും ഓഥറാക്കി ഒരിക്കലും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അതുകൊണ്ടാണ് യേശു വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ഹിം ഓർ ഹിസ് ഫാദേഴ്സ്. ഇറ്റ് സോ ഹാപ്പൻ ആൻഡ് നൗ ദ ഹീലിംഗ് വിൽ ബ്രിങ് ഗ്ലോറി ടു ഗോഡ്. സോ യേശു ആരാന്നുള്ള ടോട്ടൽ മിസ്കൺസെപ്ഷൻസ് ഒന്ന് മാറ്റിയാൽ നമുക്ക് വളരെ ഈസിയാണ് യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാനും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അതൊരിക്കലും നഷ്ടപ്പെടുത്തില്ല. ആഫ്റ്റർ ഓൾ നമ്മൾ ജീവിക്കുന്നത് ആ നാളുകളിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, സാമ്പത്തികമായി ഒത്തിരി ഉയർന്നൊക്കെയാണ് നിൽക്കുന്നത്, എന്നാൽ അവർ പറയും ഇറ്റ് സമാധാനം ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ. ഇറ്റ് ഈസ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി വൺ ടു ട്രസ്റ്റ്. അവർ ആരെയും വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാൻ പറ്റിയ ഒരാൾ യേശുവിൻ്റെ വാക്കുകളാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഫെയ്ത്തും ബിലീഫും രണ്ട് വാക്കാണ് ഇംഗ്ലീഷിൽ ഉള്ളത്. മലയാളത്തിൽ വിശ്വാസം എന്ന് തന്നെ ആണ് എഴുതിയിരിക്കുന്നത്. നൗ ബിലീഫ് എന്ന് പറയുന്നത് ഒരാളെ കാണാതെ വിശ്വസിക്കുക, അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാതെ വിശ്വസിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രൂഫ് കാണാതെ അയാൾ പറഞ്ഞ വാക്കിനെ വിശ്വസിക്കുക. പലപ്പോഴും യേശു പറഞ്ഞ വാക്കുകൾ ഒന്ന് തെളിയിക്ക്, അത് കഴിഞ്ഞ് ഞാൻ നോക്കാമെന്ന് പറയുന്നതാണ് അവിശ്വാസം. അവിശ്വാസത്തെ എപ്പോഴും യേശു ശാസിച്ചിട്ടുണ്ട്. താൻ ഉയർത്തെഴുന്നേറ്റ ശേഷവും താൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാഞ്ഞ ശിഷ്യന്മാരെ താൻ ശാസിച്ചു. തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവർക്ക് യേശുവിനെ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. അവർക്ക് അഥവാ അൺബിലീഫ് ഈസ് സംതിങ് വിച്ച് പ്രിവെൻറ്റ്സ് the miracle from happening or the peace that is coming into our heart. സ്വസ്ഥത. അതാണ് ദൈവവചനത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. and therefore remains a rest for the people of God. For he who has entered his rest has himself also ceased from his work as God did from his. Let us therefore be diligent to enter the rest, lest anyone fall according to the same example of disobedience. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു സ്വസ്ഥത ഉണ്ട്, റെസ്റ്റ്. ഇതിപ്പോഴും റെഫർ ചെയ്യുന്നത് ഇത് 3-ാം എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ഉം 4-ഉം ഒന്നിച്ച് വായിക്കണം. 3-4 മാത്രമല്ല, 2-ലും അവസാനിപ്പിക്കുന്നത് യേശു മരിക്കാൻ ഇവിടെ യേശു വരുകയും മാനവരാശിയുടെ ഭയം മാറ്റുകയും ഒക്കെ ചെയ്ത് എന്ന ശേഷം പറയാം ഇനിയൊരു സ്വസ്ഥതയുണ്ട്. സ്വസ്ഥത വരാത്തതിൻ്റെ കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അൺബിലീഫ്. 3:19 എബ്രായർക്ക് എഴുതിയ ലേഖനമാണ്. സോ വി സീ ദാറ്റ് ദേ കുഡ് നോട്ട് എൻറ്റർ ദ റെസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ അൺബിലീഫ്. ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവരുടെ അവിശ്വാസം കാരണം.
ഫെയ്ത്ത്ലെസ്നെസ് അല്ല, അൺബിലീഫ് എന്ന് പറയുമ്പം ഒരാളെ എന്നാ പറയേണ്ടത്, മുഴുവനായി ട്രസ്റ്റ് ചെയ്യുക. ഈ വാക്ക് തന്നെയാണല്ലോ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക. ഫെയ്ത്ത് അല്ല, ബിലീവ് എന്ന് പറഞ്ഞാൽ യേശു മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് കൺവിക്റ്റഡാണ് ഞാൻ, എനിക്ക് വേണ്ടി. ആൻഡ് ദാറ്റ് ഈസ് സെറ്റിൽഡ് വൺസ് ഫോർ ഓൾ. പിന്നെയും ഒരു അടയാളം കാണാനായിട്ടല്ല, എൻ്റെ അകത്ത് അത് എന്നാ പറയേണ്ടിയേ എഴുതി വച്ചിരിക്കുക, അല്ലെങ്കിൽ കൺവിൻസ്ഡ്. ഇനി ഒരു തെളിവും കൂടെ വേണ്ട എനിക്ക്. ഫെയ്ത്ത് എപ്പോഴും തെളിവ് തന്നുകൊണ്ടിരിക്കും, ആൻഡ് വി മൂവ് ബൈ ഫെയ്ത്ത്. പക്ഷേ ബിലീഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറ്റിൽഡ് വൺസ് ഫോർ ഓൾ. ഇനി ഒരു പ്രൂഫിന് വേണ്ടി ആവശ്യമില്ല. ഇറ്റ് ഈസ് അൺബിലീഫ് എന്ന് പറയുന്നത്, അവിശ്വാസം എന്ന് പറയുന്നത് മലയാളത്തിൽ ഫെയ്ത്തിനും ബിലീവിനും ഒറ്റ വാക്കാണ് ഉള്ളത്. അവിശ്വാസം എന്ന് പറയുന്നത് ഇനിയും എനിക്ക് ഒരു തെളിവ് കാണണ്ട, എനിക്കറിയാം. അത് ഇസ്രായേൽ മക്കളെക്കുറിച്ചാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അവർ വാസ്തവത്തിൽ ഇസ്രായേൽ മക്കൾ അടിമത്വത്തിലായിരുന്നു. അവർക്കവിടെ വൈക്കോൽ പോലും തിന്നാൻ കിട്ടുന്നില്ലാത്ത രീതിയിൽ ഓർത്ത് നോക്കിക്കുക. ദാറ്റ് വാസ് ദെയർ സിറ്റുവേഷൻ. അവിടുന്ന് ഫറോഹൻ എന്ന് പറയുന്ന ആ രാജാവിൻ്റെ, ഫാറോ എന്ന് പറയുന്ന ആളുടെ കഠിനമായ പവർഫുള്ളായ ഹൃദയകാഠിന്യ നിമിത്തം ഇവരെ അടിക്കുകയും ഒപ്രസ് ചെയ്യുകയും ചെയ്ത അത്രയും പവർഫുള്ളായിട്ടൊരു രാജാവിൻ്റെ കീഴിൽ നിന്നും ഇവരെ പുറപ്പെടുവിച്ചു. അവരെ അവിടുന്ന് റിലീസ്ഡാക്കി. അതിന് ശേഷം അവർക്ക് ഓർത്ത് നോക്കിക്ക്, കുഞ്ഞുങ്ങൾ 40 വർഷം കൊണ്ട് വളർന്നു കാണും. പക്ഷേ അവരുടെ വസ്ത്രം അതിനോടുകൂടെ വളർന്നു കാണുമായിരിക്കും. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, ചെരുപ്പ് തേഞ്ഞില്ല. ഇറ്റ് ഈസ് ഓൾ ടോക്കിംഗ് അബൌട്ട് ദ പ്രൊവിഷൻ ആൻഡ് മിറക്കിൾ. അവർക്ക് വെള്ളം വേണ്ടിയപ്പം വെള്ളം, അവർക്ക് കാടപക്ഷി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരു അത്ഭുതം കാണണ്ട അവർക്ക്. അതുപോലെ ഇനിയും കർത്താവ് ദൈവം പറയുന്ന വാക്കിനെ വിശ്വസിക്കാം. മോശയാണല്ലോ അവരോട് ഓരോ വാക്ക് ദൈവത്തിൽ നിന്ന് കേട്ട് പറയുന്നത്. പക്ഷേ അവിടെ പറയുക, അവർ കനാൻ ദേശത്തിലെത്തിയില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് they were not trusting him. എന്നാൽ യേശു ഇവിടെ വന്നത്, യേശു തൻ്റെ ശിഷ്യന്മാരെ ഗ്രാമങ്ങളിൽ വിടുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും കരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇന്ന ഗ്രാമങ്ങളിൽ പോകും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ് തന്നെ വിടുമ്പോൾ, വിട്ടിട്ട് തിരിച്ചു വന്ന അവരുടെ അവിശ്വാസം പിന്നെയും കാണുമ്പോൾ യേശു അവരോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങളെ ഞാൻ ഗ്രാമങ്ങളിൽ വിട്ടപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? എൻ്റെ ആ പറഞ്ഞ വാക്കിലല്ലേ നിങ്ങൾ പോയത്? ഐ എം ഗോഡ്. ഞാൻ വെറും ഒരു മനുഷ്യനല്ല, ദൈവമാണ്. ഞാൻ പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ വാക്കിൽ തന്നെ അത് നിവർത്തിക്കാനുള്ള പ്രൊവിഷനുമുണ്ട്. വാസ്തവത്തിൽ യേശുവിന് ഏറ്റവും വലിയൊരു സങ്കടം നമ്മൾ അവിശ്വസിക്കുമ്പോൾ, അൺബിലീഫാണ്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചഞ്ചലപ്പെടുമായിരിക്കും. അത് വിശ്വാസം കുറയുകയും കൂടുകയും ചെയ്യുമായിരിക്കാം. പക്ഷേ ബിലീഫ് ഈസ് സെറ്റിൽഡ്. ഞാൻ യേശുവിൻ്റെ വകയാണ്, ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും വായിക്കൊണ്ട് ഞാൻ ഏറ്റു പറഞ്ഞത്, കൺഫെഷൻ ഈസ് സ്റ്റിൽ ദി എൻഡ്. അത് വരുമ്പം എൻ്റെ ഉള്ളിൽ സ്വസ്ഥത വരും. യേശു ക്രിസ്തുവിൽ ശാപവിമുക്തി. ഈ വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ഞായറാഴ്ച വൈകുന്നേരം വരെയാണ് മീറ്റിംഗ്. വ്യാഴം വൈകിട്ട്, വെള്ളി, ശനി, ഞായർ പകലും വൈകിട്ടും മീറ്റിംഗ് ഉണ്ടായിരിക്കും. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ. വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. പലപ്പോഴും നമ്മൾ വ്യാകുലപ്പെടുന്നത് നാളത്തെക്കുറിച്ചാണ്. ആ നാളത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ പ്രത്യാശയാണ് വേണ്ടിയത്, വ്യാകുലമല്ല. ആ പ്രത്യാശ തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവായ നിരന്തരമായ കൂട്ടായ്മ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 13 വാക്യം ഇങ്ങനെ പറയുന്നത്, ആൻഡ് ദ ഗോഡ് ഓഫ് ഹോപ്പ്
will fill you with all joy and peace in believing. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഫെയ്ത്ത് എന്നല്ല, ബിലീഫ് ചെയ്യുക. ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ സ്വസ്ഥതയിലേക്കാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? നാളെ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഒരു വിഷയം നിൽക്കുമ്പം എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഹാസ് അക്സെപ്റ്റഡ് മീ ആസ് ഐ ആം. ഞാൻ ഉള്ളതുപോലെ എന്നെ കർത്താവ് സ്വീകരിച്ചു. എൻ്റെ ഇനിയും ജീവിതത്തിൽ എന്തൊക്കെ വരുമോ അതിന് മുഴുവൻ മറുപടിയും എൻ്റെ യേശുവിൻ്റെ അടുത്തുണ്ട്. പ്രൊവിഷനുണ്ട്, മറുപടിയുണ്ട്, സൊല്യൂഷനുണ്ട്. ഹീ ഈസ് മൈ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്. ഞാൻ ചഞ്ചലപ്പെടത്തില്ല. ശുഭമായ കാര്യങ്ങളായിരിക്കും. പ്രത്യാശ എന്ന് പറയുന്നത് തന്നെ എന്താ? ഹോപ്പ് എന്ന് പറയുന്നത് നല്ല കാര്യം നടക്കും എന്നുള്ള വിചാരം. അതാണ് പ്രത്യാശ. നല്ല കാര്യം നടക്കും. അതിൻ്റെ നേരെ വിപരീതമാണ് വ്യാകുലത. അപ്പം നമ്മുടെ ഉള്ളിൽ വ്യാകുലത ഇടുന്നത് പിശാചാണെങ്കിൽ, അല്ലെങ്കിൽ വ്യാകുലത മനസ്സിനകത്ത് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നത് ഹോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ട്രസ്റ്റിങ് ഹിം. നാളെ ആയില്ലല്ലോ, നീ കിടന്നുറങ്ങണ്ടേ? രാവിലെ ആ സൂര്യൻ ഉദിക്കുന്ന മുമ്പേ കർത്താവ് അതിൻ്റെ പദ്ധതി നടക്കും. ഐ വിൽ റെസ്റ്റ്. അത് യേശുവിന് ഏറ്റവും തന്നിൽ അതുപോലെ ആശ്രയിക്കുന്ന ഒരാളെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ഈസ് എ കോൺഫിഡൻസ്. അതാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഫോർ വി ഹാവ് ബിക്കം പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. 3:14. ഇഫ് വി ഹോൾഡ് the beginning of our confidence steadfastly to the end. Confidence and trust in Jesus Christ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. കൈവിടത്തില്ല. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പൂർണ്ണ ധൈര്യത്തോടെ എന്നെ കേൾക്കുന്ന എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത്, യേശു ഒരു മതത്തിൻ്റെയും വക്താവല്ല. ഹീ ഈസ് ഹാവിങ് അതോറിറ്റി ഇൻ ദ സ്പിരിച്വൽ റെലം. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ സ്പിരിച്വൽ റെലമില്ല ചലനമുണ്ടാകും. തൻ്റെ പറഞ്ഞ വാക്ക് അത് ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. ആ വാക്കിന് വ്യത്യാസം വരുത്തില്ല. രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സിങ്ക് ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ സ്പിരിറ്റിൽ സിങ്ക് ആകണം. ഒന്ന്, ദൈവം തൻ്റെ സ്വഭാവം മാറ്റത്തില്ല. ദൈവം എന്ന് പറയുന്ന സ്വഭാവം എന്താ? എവർലാസ്റ്റിംഗ് ലവ്, അഗാപ്പെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് സ്നേഹിക്കും. അഗാപ്പെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലേലും അങ്ങോട്ട് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതാ ദൈവത്തിൻ്റെ ആ സ്വഭാവം മാറത്തില്ല. രണ്ട്, തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കും മാറത്തില്ല. ഇറ്റ് ഹാസ് ദ പവർ ടു ക്രിയേറ്റ്. സോ പ്രത്യാശ, ഹോപ്പ്. എൻ്റെ ഉള്ളിൽ ഹോപ്പിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. നാളെ ഇതാ നടക്കാൻ പോകുന്നത്, അത് തന്നെയാണ് നടക്കുന്നത്, ബെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. നാളത്തെ ആ വിഷയം ഇന്ന് നോട്ടീസ് വന്നു, നാളെയല്ലേ, ലെറ്റ് us ഫേസ് ഇറ്റ്. തക്ക സമയമാകുമ്പോൾ എനിക്കറിയാം, തക്ക സമയമാകുമ്പം അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകും. ഞാൻ കർത്താവിൻ്റെ വകയാണ്. ഐ എം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. പ്രിയമുള്ളവരെ, ഈ സ്വസ്ഥതയാണ് കർത്താവിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ ബിലീവിങ് ഹിം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലുള്ള എൻ്റെ വിശ്വാസം, ട്രസ്റ്റ്. യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും, നാളെക്കുറിച്ചുള്ള വിചാരം. ഇത് ആരും ആശ്രയിക്കാനില്ലാത്തവരാ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കൊണ്ട് ആശ്രയിക്കാൻ. ഞാനാണ് നിൽക്കുന്നത് നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുമ്പം അലസന്മാരാകാനായിട്ടല്ല, പക്ഷേ ഏതെങ്കിലും ഒരു വെല്ലുവിളി വരുമ്പം അതിൻ്റെ മറുപടിയും കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഐ വോണ്ട് ബി. മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതി അന്വേഷിക്കുകയും ഇതൊക്കെ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ യു ആർ ഓൾറെഡി ഇൻ ഹിസ് കിങ്ഡം. തൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ മാറ്റിക്കഴിഞ്ഞു. രണ്ട്,
അവൻ്റെ നീതി നമ്മുടെ മേൽ തന്നും കഴിഞ്ഞു. നൗ ഐ വിൽ ബി അറ്റ് പീസ്. അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, therefore since a promise remains of entering his rest, let us fear lest any one of you seem to have come short of it. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ പേടിയല്ല, ഫിയർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനായി വ്യാകുലപ്പെടുന്നത്, കണ്ടിന്യൂവൽ ഫെലോഷിപ്പ്. എന്നിട്ടാണ് പറയുന്നത്, ഫോർ ഇൻഡീഡ് ദ ഗോസ്പൽ വാസ് പ്രീച്ച്ഡ് ടു us as well as to them, but the word which they heard did not profit them, not being mixed with faith in those who heard it. For we who have believed do enter his rest. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. റെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഞാനിത് പറയുമ്പം എനിക്കറിയാം എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ ഇങ്ങനെ ഓങ്ങിയിരിക്കുകയായിരിക്കും, ബ്രദർ എന്നാലും അതിന് മറുപടി ഉണ്ട്. ഒന്ന് ശാന്തമായിരിക്കുക, ഒന്ന് സ്വസ്ഥമായിരിക്കുക, വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പ്രത്യാശ വെച്ച്, ഹോപ്പ് ഓഫ് ഗുഡ് തിങ്സ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു. നല്ലത്, എനിക്ക് നല്ലതേ വരത്തുള്ളൂ ഒന്ന് പറയണം. ഒന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരത്തുള്ളൂ. ഒന്നുകൂടി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരത്തുള്ളൂ. അത് വിശ്വസിക്കണം. ആ പറഞ്ഞ വാക്കിൽ ഒരു തിന്മയും ഭയവയ്ക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ആ സ്വസ്ഥതയും കണ്ടെൻറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും വലുത്. സമാധാനം, സ്വസ്ഥത, സന്തോഷം, അതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. എന്തൊക്കെ ഉണ്ടായിട്ടും സമാധാനവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ റിസൾട്ട്? കർത്താവ് തരുന്നതാ സമാധാനം. സർവ്വബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. ബുദ്ധിക്ക് ഇത് നിരക്കത്തില്ല. പക്ഷേ യേശുവിൽ ഒരാൾ ആശ്രയിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന സമാധാനം. ഐ വിൽ ബി ഹീൽഡ്, ഐ വിൽ ബി ഓഫ് ടോട്ടൽ ഹെൽത്ത്, ഐ വിൽ ലിവ് ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. കർത്താവ് എനിക്ക് നിയോഗിച്ചിരിക്കുന്ന മുഴുവൻ ദിവസവും, ആയുസിൻ്റെ ഒരു ദിവസവും പോലും ആർക്കും കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സന്തോഷകരമായിരിക്കും. എനിക്ക് കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഉറപ്പ്. കാര്യം ഈ വാക്ക് മാറത്തില്ല. പ്രിയമുള്ളവരെ, ട്രസ്റ്റിനെ, എൻ്റെ ആഗ്രഹം നിങ്ങളുടെ അകത്തുനിന്ന് ആ ഭയവും ആ വ്യാകുലതയിലെ മാറി കർത്താവിലൊരു കോൺഫിഡൻസ്, ആ പ്രത്യാശ അധികമായി ലഭിക്കട്ടെ. നമ്മുടെ കുംളി മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. ഇറ്റ് വാസ് ഓസം. കർത്താവിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി. ശാപവിമുക്തി ശുശ്രൂഷ എന്ന് പറയുന്നത് എവിടെയൊക്കെ കർത്താവ് നിയോഗിച്ച് വെക്കുന്നുണ്ടോ, വി സീ സംതിങ് ഓസം ഹാപ്പൻ. അവിടുത്തെ 1-2 ടെസ്റ്റിമണിയിലേക്ക് നമുക്ക് പോകാം. അവിടെ നടന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതിനുശേഷം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദ സെയിം പ്രസൻസ്. യേശു എന്നാ പറഞ്ഞ്, ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശുവിൻ്റെ വാക്കല്ലേ അത്? യേശു എന്ന് പറയുന്നൊരു മനുഷ്യനല്ല, ദൈവപുത്രനാണ്, ദൈവമാണ്. സോ വെൻ ഹി സ്പീക്സ്, തൻ്റെ വാക്ക് പറഞ്ഞിട്ടുണ്ടോ നിവർത്തിച്ചിരിക്കും. അതിനകത്ത് ഒന്നും ചഞ്ചലപ്പെടേണ്ട. തന്നെ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത രോഗസൗഖ്യങ്ങൾ നടക്കും. മാത്രമല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ഇത് നിങ്ങൾ കാണുമ്പോൾ രാവിലെ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസത്തിൽ പല കാര്യങ്ങൾ കാണും. ലെറ്റ് യുവർ ഹാർട്ട് ബി ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് പീസ് ആൻഡ് സേ ഓൺലി ഗുഡ് വിൽ ഹാപ്പൻ. ഇന്നത്തെ ദിവസം അത്ഭുതം നടക്കും. എല്ലാ കാര്യങ്ങളിലും എൻ്റെ യേശു എൻ്റെ കൂടെ നടക്കും. എൻ്റെ യേശു ആരുടെ കൂടെ നടക്കും? യേശു ഇങ്ങനെ പറഞ്ഞു, എന്നെ വിളിക്കുന്നവർ, അല്ലെ എൻ്റെ അടുക്കൽ വരുന്നവർ ഞാൻ ഉപേക്ഷിക്കത്തില്ല. എൻ്റെ അടുക്കൽ വരുവാന്ന് പറഞ്ഞാൽ ഏതോ പള്ളിയിലോ ഏതോ ഹാളിലൊന്നും പോകണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ യേശു ഉണ്ട്. യേശു ഒരു മതസ്ഥാപകനല്ല. ഹീസ് എ ഫ്രണ്ട്. ഹീസ് എ സമൺ ഹു ക്യാൻ റിലേറ്റ് ടു യു യുവർ പ്രോബ്ലം. അതുകൊണ്ടാണ് ഇവിടെ 2-ാം അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഹി ഹിംസെൽഫ് സഫർഡ് ബീൻ ടെംപ്റ്റഡ്, ഹി ഈസ് ഏബിൾ ടു എയ്ഡ് ദോസ് ഹു ആർ ടെംപ്റ്റഡ്.
അതിൻ്റെ മുകളിൽ 16 എഴുതിയിരിക്കുക, ആൻഡ് ഇൻഡീഡ് ഹി ഡസ് നോട്ട് ഗിവ് എയ്ഡ് ടു ദി ഏഞ്ചൽസ് ബട്ട് ഹി ഗിവ്സ് എയ്ഡ് ടു ദ സീഡ് ഓഫ് എബ്രഹാം, ദാറ്റ് ഇസ് യു ആൻഡ് മീ. ദൂതന്മാരെ സഹായിക്കത്തില്ല, നിങ്ങളെ എന്നെ സഹായിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന നിങ്ങളുടെ ദയക്കായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ എല്ലാം അസ്വസ്ഥതകൾ മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളഞ്ഞ അസ്ഥികൾ നിവരട്ടെ. വെർട്ടിബ്രേ അതിൻ്റെ സ്ഥാനത്ത് കടന്നു പോകാൻ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ സമാധാനമാകത്തിട്ടുമല്ലോ ആകട്ടെ. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങയുടെ കരുണയ്ക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അഗെയിൻ വീണ്ടും വീണ്ടും ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ എൻ്റെ യേശു ചെയ്തുള്ളൂ, തിന്മ ചെയ്യത്തില്ല. അത്ഭുതം പ്രതീക്ഷിക്കുക യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൽ ശാപവിമുക്തി തൃശ്ശൂരിൽ കാസിനോ ഓഡിറ്റോറിയം, ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപം. 2015 ഫെബ്രുവരി 12 മുതൽ 15 വരെ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഫെബ്രുവരി 12 വ്യാഴം വൈകിട്ട് 6-ന്. ഫെബ്രുവരി 13, 14, 15 ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. ആരാധന, വിടുതൽ ശുശ്രൂഷ, വചന പ്രഘോഷണം. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ, 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 സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ.